കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഇടവേളകൾക്ക് ശേഷം നമ്മൾ വീണ്ടും യോഗ അഭ്യാസം തുടങ്ങുകയാണ്. നേരത്തെ നമ്മൾ സൂര്യ നമസ്കാരം കണ്ടു. ഇന്ന് നമ്മൾ ഒരു പ്രാണായാമമാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൊച്ചുകുട്ടികൾക്ക് മുതൽ എത്ര പ്രായമുള്ളവർക്ക് വരെയും ചെയ്യാവുന്ന ഒരു ക്രിയയാണ്. ഒന്നാമതായിട്ട് കൈകളെ നാസികാ മുദ്രയിൽ പിടിക്കുക. ഇതാണ് നാസിക മുദ്ര എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ ഇങ്ങനെ മൂക്കിൻ്റെ ഓരോ സൈഡിലും, അതായത് തള്ളവിരലുകൊണ്ട് മൂക്കിൻ്റെ ഈ മൂക്കടപ്പൻ മർമ്മം എന്ന് പറയും, ഈ ഭാഗത്ത് തൊടുക. മറ്റേ ഇത് നമ്മുടെ ഈ വിരലുകൊണ്ട് ഈ ഭാഗത്ത് തൊടുക. മൂക്കടപ്പൻ മർമ്മം എന്ന് പറയും. അപ്പം ഇത് തൊട്ടുകൊണ്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ ശീലിക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇത് ചെയ്യുമ്പോൾ മൂക്കിൻ്റെ തുമ്പ് വളഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് തൊട്ടിരുന്നാൽ മതി. അപ്പം തന്നെ നമുക്ക് ഇവിടെ അടയ്ക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് തുടങ്ങാം. ആദ്യം വലത് മൂക്ക് അടച്ചു ഇടതിലൂടെ ബ്രീത്ത് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. ബ്രീത്ത് ഫുള്ളെടുത്തതിന് ശേഷം ഇടത് മൂക്ക് അടച്ച് വലത് മൂക്കിലൂടെ നമ്മളെടുത്ത ശ്വാസം തിരിച്ച് വിടുന്ന രീതിയാണ്. ഇത് കൊച്ചുകുട്ടികൾ മുതൽ ശീലിക്കുന്നത് മുതിർന്നവരെ എത്ര പ്രായമുള്ളവർക്ക് വരെ ചെയ്യാവുന്നതാണ്. ഇത് ശീലിക്കുന്നതിലൂടെ നമ്മുടെ നാഡീ വ്യവസ്ഥകളെല്ലാം ബലപ്പെടുന്നതാണ്. കൂടാതെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടുന്നതാണ്. ഇത് നമുക്കൊന്ന് പരിശീലിക്കാമായിരുന്നു. ഞാനിപ്പോൾ മൂക്കടപ്പൻ മർമ്മത്തിലെ കൈകൾ വെച്ചു. ആദ്യം വലത് മൂക്കടച്ചു, ഇടത് മൂക്കിലൂടെ നമ്മുടെ ബ്രീത്ത് എടുക്കുക. ഇടത് മൂക്കിലൂടെ എടുത്തു, വലത് മൂക്കിലൂടെ എടുത്തു, ഇടത് മൂക്കടച്ചു. ഇത് ചെയ്തുകൊണ്ട് വലത് മൂക്കിലൂടെ എടുത്ത ശ്വാസത്തെ തിരിച്ചു. എടുത്തതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് നമ്മൾ വിട്ടു തീർക്കുക. പൂർണ്ണമായി വിട്ടു തീർന്നതിന് ശേഷം വലത് മൂക്ക് അടയ്ക്കുക. അടച്ചതിന് ശേഷം ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. പൂർണ്ണമായി വിട്ടു തീർന്നതിന് ശേഷം വലത് മൂക്കിലൂടെ തന്നെ എടുത്ത് വലത് മൂക്ക് അടച്ച് ഇടത് മൂക്കിലൂടെ എടുക്കുക. വീണ്ടും ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. വലത് മൂക്കിലൂടെ ശ്വാസം വിടും.
വീണ്ടും വലതു മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. ഇടത് മൂക്കിലൂടെ ശ്വാസം. ഇങ്ങനെ ഒരു 11 ആവർത്തി ചെയ്യുക. ഒരു 2 സെറ്റ് ഒരു പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ഗുണം മനസ്സിലാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി കൊണ്ടുവരുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് ചെയ്യുന്നത് കപാലഭാതി എന്ന് പറയുന്ന ഒരു പ്രാണായാമമാണ്, ശ്വസനക്രിയയാണ്. അത് ഞാൻ ഇതിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്ന വജ്രാസനമാണ്. ഈ വജ്ര പത്മത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ കാലെടുത്ത് നമ്മൾ നമ്മുടെ കൈസിന് മുകളിലോട്ട് വെക്കുമ്പോൾ ഏകദേശം ഈ പൊസിഷനിൽ ഇടത് കാലിൻ്റെ പുറത്ത് ഫ്രീ ആയിട്ട് വെക്കുക, വലത് കൈ ചിന്മുദ്രയിൽ വെക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നിവർന്നിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു ക്രിയ ചെയ്യാം, കപാലഭാതി. ഇത് നമ്മുടെ മുഖപ്രസന്നതയെ, നിങ്ങളുടെ മുഖത്തിൻ്റെ പ്രസന്നതയെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ശോഭയെ കൂട്ടുന്ന ഒരു ക്രിയയാണ്. ചെയ്യാം. ശ്വാസം ഉള്ളും വിട്ട് തീരുന്നിടം വരെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം വീണ്ടും ശ്വാസം ഉള്ളു വിട്ടതിന് ശേഷം ശ്രദ്ധിച്ച് ചെയ്യണം. പൂർണ്ണമായി ശ്രദ്ധിച്ചു ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ അവസരത്തിലൊക്കെ നമ്മുടെ ഫേസിലെ, നിങ്ങളുടെ മുഖത്ത് യാതൊരു കാരണവശാലും ഒരു ടെൻഷനും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ചെറിയൊരു പുഞ്ചിരി മുഖത്ത് കൊണ്ടുവരാനായിട്ട്, കൃത്രിമമായിട്ടെങ്കിലും നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആയിത്തീരുന്നതാണ്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം. അങ്ങനെ ഒരു ശ്വാസം ചേർന്നതിന് ശേഷം, പൂർണ്ണമായും വിട്ട് തീർന്നതിന് ശേഷം വീണ്ടും റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിത് വലതുകാലാണ് വെച്ചത്. ഇനി ഇടതുകാലിൽ അതേ രീതി വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാവുന്നതാണ്. വജ്ര പത്മത്തിലാണ് ഇരിക്കുന്നത്. വജ്രാസനം, പത്മാസനം. അങ്ങനെ ശ്വാസം മുഴുവൻ വിട്ടു തീരുന്നു. വീണ്ടും ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്തതിന് ശേഷം ഇതേ രീതി ചെയ്തു വരിക. അങ്ങനെ 2 പ്രാണായാമമാണ് നമ്മൾ ശ്വസനക്രിയയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കൂടെ സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും ഒരുപാട് യോഗ ആസന ക്രിയകളുണ്ട്. അത് നമുക്ക് പ്രകാരം സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.